ഹലോ വെൽക്കം ടു ലേണിനോ. അപ്പോൾ നമ്മളിന്ന് നോക്കാനായിട്ട് പോകുന്നത് LDCയിലെ ബയോളജിയിലെ സാംക്രമിക രോഗങ്ങളും രോഗകാരികളും പറഞ്ഞുള്ള ഒരു ടോപ്പിക് ഉണ്ട്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് ചോദ്യങ്ങളാണ് നമ്മളിന്ന് നോക്കാനായിട്ട് പോകുന്നത് കേട്ടോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വൈറസുകളുടെ ജനിതക ഘടകം എന്താണ്? വൈറസുകളുടെ പ്രധാനപ്പെട്ട ജനിതക ഘടകം എന്താണ്? RNA, DNA, ssDNA, DNA അല്ലെങ്കിൽ RNA, ഏതാണ്? അത് കൂടുതലും DNA വരും, അതുപോലെ RNAയും വരാറുണ്ട്. അപ്പോൾ ഓപ്ഷൻ ഡി, DNA അല്ലെങ്കിൽ RNA ആണ് ആ വൈറസുകളുടെ ജനിതക ഘടകം എന്ന് പറയുന്നത്. ഇനി പറയുന്നവയിൽ ഏതാണ് ഒരു കൂട്ടം ബാക്ടീരിയ രോഗങ്ങൾ? നമുക്ക് ഒത്തിരി രോഗങ്ങൾ പഠിക്കുന്നുണ്ട് അല്ലേ? ബാക്ടീരിയ ഉണ്ടാക്കുന്ന രോഗങ്ങൾ, വൈറസ് ഉണ്ടാക്കുന്ന രോഗങ്ങൾ, പ്രോട്ടോസോവ ഉണ്ടാക്കുന്ന രോഗങ്ങൾ, അതുപോലെ ഫംഗസ്, അങ്ങനെ ഓരോന്നിനുമായി ബന്ധപ്പെട്ടുള്ള ഒത്തിരി രോഗങ്ങൾ നമ്മൾ പഠിക്കുന്നുണ്ടാവും. അതിൽ താഴെ തന്നിരിക്കുന്ന ഓപ്ഷനുകളിൽ ബാക്ടീരിയ മൂലമുണ്ടാവുന്ന രോഗങ്ങൾ ഏതൊക്കെയാണെന്നാണ് ചോദ്യം. മലേറിയ, പോളിയോമെലിറ്റസ്, മംസ്, അതുപോലെ മംസ്, കോളറ, ടൈഫോയിഡ്, പ്ലേഗ്, കുഷ്ഠം, ഡിഫ്തീരിയ, മിസിൽസ്, ക്ഷയം, ടെറ്റനസ്. ഇത്രയാണ് നമ്മുടെ ഓപ്ഷൻസ്. ഇതിൽ ഏതാണ് ബാക്ടീരിയ രോഗങ്ങൾ എന്ന് പറയുന്നത്? ഓപ്ഷൻ സി ആണ് കേട്ടോ. പ്ലേഗ്, കുഷ്ഠം, ഡിഫ്തീരിയ ആണ് എന്തിൽ വരുന്നത്? ബാക്ടീരിയ രോഗങ്ങളിൽ വരുന്നത്. ആയുർവേദത്തിൽ ഡാഷ് വിഷൂചിക എന്ന് വിളിക്കുന്നു. താഴെ തന്നിരിക്കുന്ന രോഗങ്ങളിൽ ഏത് രോഗത്തിനെയാണ് ആയുർവേദത്തിൽ വിഷൂചിക എന്ന് വിളിക്കുന്നത്? ചിക്കൻ പോക്സ്, വസൂരി, കോളറ, ഡിഫ്തീരിയ. ഏതിനെയാണ് അങ്ങനെ വിഷൂചിക എന്ന് പറഞ്ഞ് വിളിക്കുന്നത്? അത് കോളറയാണ് അത്രേ. ഓപ്ഷൻ സി, കോളറ. അടുത്ത ചോദ്യം, ആഫ്രിക്കൻ സ്ലീപ്പിംഗ് രോഗം അല്ലെങ്കിൽ ഗാംബിയൻസ് പനി ഉണ്ടാക്കുന്നത് ആരാന്നാണ് ചോദിക്കുന്നത്. ലൈഷ്മാനിയ, ട്രിപ്പാനസോമ, എൻഡമീബ, ട്രൈക്കോമോണസ്. ആരാണ്? ട്രിപ്പാനസോമയാണ് ആഫ്രിക്കൻ സ്ലീപ്പിംഗ് രോഗം എന്ന് പറയുന്ന അല്ലെങ്കിൽ ഗാംബിയൻസ് പനി ഉണ്ടാക്കുന്നത്. ഈ പറയുന്ന ആഫ്രിക്കൻ സ്ലീപ്പിംഗ് രോഗം എന്ന് പറയുന്നത് ഒരു പാരസൈറ്റ് കൊണ്ട് ഉണ്ടാവുന്നതാണ്. അപ്പോൾ ഇൻഫെക്റ്റ് ആയിട്ടുള്ള സെറ്റ്സെ ഫ്ലൈ എന്ന് പറയുന്ന ഒരു ഫ്ലൈ ഉണ്ട്. അപ്പം അതിൻ്റെ കടി കൊള്ളുമ്പോഴാണ്, അതിൽ ഈ പറയുന്ന പാരസൈറ്റ് ഉണ്ടെങ്കിൽ നമ്മളെ കടിക്കുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിലേക്ക് എത്തുക ചെയ്യാം. അപ്പം അത് നമുക്ക് നല്ല പനിയൊക്കെ വരും, തലവേദന, മസിൽ പെയിൻ ഒക്കെ ഉണ്ടാവും. അപ്പം അങ്ങനെയുള്ള കുറേ രോഗലക്ഷണങ്ങളൊക്കെ ഇതിൻ്റെ പിന്നാലെ ഉണ്ട്. അപ്പോൾ ആഫ്രിക്കൻ സ്ലീപ്പിംഗ് രോഗം എന്ന് പറയുന്നത് ഉണ്ടാക്കുന്നത് ആരാണ്? ട്രൈപ്പാനസോമയാണ് കേട്ടോ. ന്യൂമോണിയ തടയാൻ ഏത് വാക്സിനാണ് നൽകുന്നത്? ന്യൂമോണിയ തടയുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന വാക്സിൻ ഏതാണ്? സാൽക്ക് വാക്സിൻ, BCG വാക്സിൻ, ന്യൂമോകോക്കൽ വാക്സിൻ, ടാബ് വാക്സിൻ. ഏതാണ്? ഓപ്ഷൻ സി, ന്യൂമോകോക്കൽ വാക്സിൻ ആണ് ന്യൂമോണിയ നമ്മൾ തടയാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന വാക്സിൻ എന്ന് പറയുന്നത് കേട്ടോ. ന്യൂമോണിയ തടയാൻ ഉപയോഗിക്കുന്ന സംയോജിത വാക്സിൻ ആണ് ന്യൂമോകോക്കൽ വാക്സിൻ എന്ന് പറയുന്നത്. അത് പോളിയോ, ക്ഷയം, ടൈഫോയിഡ് എന്നിവ തടയുന്നതിന് സാൽക്ക് വാക്സിനും BCG വാക്സിൻ, ടാബ് വാക്സിൻ എന്നിവ നമ്മൾ ഉപയോഗിക്കുന്നു. അതായത് പോളിയോ തടയുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ സാൽക്ക് വാക്സിനും, ക്ഷയം തടയുന്നതിന് വേണ്ടിയിട്ട് BCG വാക്സിനും, ടൈഫോയിഡ് തടയുന്നതിന് വേണ്ടിയിട്ട് ടാബ് വാക്സിനുമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഓരോ വാക്സിനും മനസ്സിലായല്ലോ. ന്യൂമോണിയ തടയാൻ ന്യൂമോകോക്കൽ വാക്സിൻ, പോളിയോ തടയാൻ സാൽക്ക് വാക്സിൻ, ക്ഷയം തടയാൻ BCG വാക്സിൻ, ടൈഫോയിഡ് തടയാൻ ടാബ് വാക്സിൻ. ഇനി പറയുന്നവയിൽ ഏതാണ് ഒരു ബാക്ടീരിയ രോഗം അല്ലാത്തത്? താഴെ തന്നിരിക്കുന്ന ഓപ്ഷനിൽ ബാക്ടീരിയ രോഗം അല്ലാത്തതാണ് ചോദിക്കുന്നത്. ടൈഫോയിഡ്, ബാസിലറി അഥവാ വയറിളക്കം, അതുപോലെ ക്ഷയരോഗം, അമീബിക് വയറിളക്കം. ബാസിലറി വയറിളക്കം, ക്ഷയരോഗം, അമീബിക് വയറിളക്കം. ഏതാണ് ബാക്ടീരിയ രോഗം അല്ലാത്തതെന്ന് ചോദിക്കുന്നത് കേട്ടോ. അമീബിക് വയറിളക്കമാണ് എന്തിൽ പെടാത്തത്? ബാക്ടീരിയ രോഗം അല്ലാത്തത്. അപ്പോൾ ബാക്ടീരിയ രോഗമായിട്ടുള്ളത് ഏതൊക്കെയാണ്? ടൈഫോയിഡ്, ക്ഷയരോഗം, ബാസിലറി വയറിളക്കം ഒക്കെ എന്തിൽ പെടുന്നതാണ്? ബാക്ടീരിയ രോഗത്തിൽ പെടുന്നതാണ്. ഈ അമീബിക് ഡിസെൻട്രി അഥവാ അമീബിക് വയറിളക്കം എന്ന് പറയുന്നത് അതൊരു പ്രോട്ടോസോവ നിന്നുണ്ടാവുന്നത്. അത് പ്രോട്ടോസോവൻ രോഗമാണ്. അത് എൻഡമീബ ഹിസ്റ്റോളിറ്റിക്ക എന്ന് പറയുന്ന ഒരു പ്രോട്ടോസോവയിൽ നിന്നാണ്, പ്രോട്ടോസോവ കാരണമാണ് ഈ പറയുന്ന അമീബിക് വയറിളക്കം ഉണ്ടാകുന്നത്. അപ്പോൾ ഇതൊരു പ്രോട്ടോസോവൻ ഡിസീസാണ്. ബാക്കി മൂന്നെണ്ണം എന്താണ്? ബാക്ടീരിയൽ രോഗമാണ്. ഇനി പറയുന്നതിൽ ഏതാണ് വൈറൽ രോഗം? താഴെ തന്നിരിക്കുന്നതിൽ വൈറസ് രോഗം ഏതാണ് ചോദിക്കുന്നത്? ഡിഫ്തീരിയ, ഗിയാർഡിയോസിസ്, കുഷ്ഠരോഗം, ഇൻഫ്ലുവൻസ. വൈറസ് എന്ന് പറയുന്നത് എന്താണ്? അത് ഇൻഫ്ലുവൻസയാണ് കേട്ടോ. ഈ ഡിഫ്തീരിയ എന്ന് പറയുന്നത് എന്താണ്? അതൊരു ബാക്ടീരിയൽ രോഗമാണ് ഡിഫ്തീരിയ എന്ന് പറയുന്നത്. കുഷ്ഠരോഗം എന്ന് പറയുന്നത് എന്താണ്? അതൊരു ബാക്ടീരിയൽ ഡിസീസാണ്. ഓക്കെ. ആടുകളിൽ കരൾ
ഫ്ലൂക്ക് എവിടെയാണ് താമസിക്കുന്നത്? ആടുകളിൽ കരൾ ലിവർ ഫ്ലൂക്ക് എന്ന് പറയില്ലേ, ആ ലിവർ ഫ്ലൂക്ക് എന്ന് പറയുന്ന ജീവി എവിടെയാണ് താമസിക്കുന്നതാണ് ചോദിക്കുന്നത്. മസ്തിഷ്കം, വൃക്ക, പിത്തരസ നാളികൾ, പാൻക്രിയാസ് എവിടെയാണ് ഈ പറയുന്ന ലിവർ ഫ്ലൂക്ക് കാണുന്നത്? അത് പിത്തരസ നാളികളിലാണ് കാണപ്പെടുന്നത് കേട്ടോ ആടുകളിൽ. ഇനി പറയുന്നവയിൽ ഏത് പ്രോട്ടോസോവ മൂലമാണ് ആഫ്രിക്കൻ സ്ലീപ്പിംഗ് രോഗം ഉണ്ടാവുന്നതെന്നാണ് ചോദിക്കുന്നത്. എൻഡമീബ ഹിസ്റ്റോളിറ്റിക്ക, ട്രിപ്പാനോസോമ ഗാംബിയൻസ്, ലെയ്ഷ്മാനിയ ഡോനോവാനി, പ്ലാസ്മോഡിയം വൈവാക്സ്. ഏത് കാരണമാണ് ആഫ്രിക്കൻ സ്ലീപ്പിംഗ് സിക്നസ് വരുന്നത്? ട്രിപ്പാനോസോമ ഗാംബിയൻസ് വഴിയാണ് ആഫ്രിക്കൻ ഉറക്ക രോഗം അഥവാ ആഫ്രിക്കൻ സ്ലീപ്പിംഗ് സിക്നസ് വരുന്നത്. ഇത് സെറ്റ്സെ ഫ്ലൈ പറഞ്ഞല്ലോ, ആ ഒരു ഇതിൽ കൂടെയാണ്, ആ ഒരു ഫ്ലൈയിൽ കൂടെയാണ്, ആ ഒരു ഈച്ചയിൽ കൂടെയാണ് എന്ത് ചെയ്യുന്നത്, ഇത് പരക്കുന്നത്. ഡാഷ് ചേർന്നതാണ് വൈറസ്. വൈറസ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെ ചേർന്നാന്ന് ചോദിക്കണം കേട്ടോ. പ്രോട്ടീൻ കോട്ടും ന്യൂക്ലിക് ആസിഡും ചേർന്നതാണ്. പ്രോട്ടീൻ കോട്ടും മൈറ്റോകോൺട്രിയയും ചേർന്നതാണ്. ന്യൂക്ലിക് ആസിഡും സെൽ മെംബ്രെയിനും ചേർന്നതാണ്. ന്യൂക്ലിക് ആസിഡ് കോശപത്തി, സെൽ മെംബ്രെയിൻ ചേർന്നതാണ്. ഏതൊക്കെ ചേർന്നതാണ് വൈറസ് എന്ന് പറയുന്നത്? നമുക്ക് വൈറസ് എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഒരു രൂപമായിരിക്കും മനസ്സിലേക്ക് ഇങ്ങനെ ഓടിയെത്തുക അല്ലേ. ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു ജനറ്റിക് മെറ്റീരിയൽ ഉണ്ട്. ഇവിടെ ഇങ്ങനെ കുറെ കാലുകൾ, 8 കാലുകളിനെ പോലൊരു രൂപത്തിലാണ് നമ്മുടെ വൈറസ് കിടക്കുന്നത്. അപ്പൊ ആരൊക്കെയാണ് ഇപ്പൊ ഒരു പ്രോട്ടീൻ കോട്ടും ന്യൂക്ലിക് ആസിഡും ആണ് ആരിലുള്ളത്? ഈ പറയുന്ന വൈറസിൽ ഉള്ളത്. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമ്മൾ ഈ ഒരു ടോപ്പിക്കായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. ഇത് മാത്രമല്ല ഒത്തിരി കാര്യങ്ങൾ നമുക്ക് പഠിക്കാനായിട്ടുണ്ട്. അതിൽ ഓരോ രോഗങ്ങൾ, ഓരോ ജീവികൾ പറ്റുന്ന രോഗങ്ങൾ നിർബന്ധമായിട്ട് നമ്മൾ പഠിക്കണം. അങ്ങനെയാണെങ്കിൽ ഇത് തന്നിരിക്കുന്ന അല്ലാത്ത ഏതാണ്, ആയത് ഏതാണെന്നൊക്കെ ചോദിച്ചാൽ നമുക്ക് അറിയുള്ളൂ കേട്ടോ. താങ്ക് യു.